Okay, hello everyone. Good evening. Welcome back to Big Learning. നമ്മൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിന്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് കിടക്കാണ്. ട്രീറ്റ്മെന്റ് ഓഫ് വാട്ടർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസിൻഫെക്ഷന്റെ ക്ലോറിനേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ക്ലോറിനേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? എല്ലാവരും വായിച്ചൊക്കെ മനസ്സിലാക്കിയാണ് വന്നിട്ടുള്ളത് എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, പ്ലെയിൻ ക്ലോറിനേഷൻ ഇസ് ഡൺ ആഫ്റ്റർ. ഇതിന്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സാധാരണ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് തെറ്റാണ്. അതായത് പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഓൺലി ക്ലോറിനേഷൻ ആണ് അല്ലെ? ഓൺലി ക്ലോറിനേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പ്രീ ക്ലോറിനേഷൻ ആണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ സെഡിമെന്റേഷന് മുൻപേ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പോസ്റ്റ് ക്ലോറിനേഷൻ ആണെങ്കിൽ ഫിൽട്ടറേഷന് ശേഷമാണ് ചെയ്യുന്നത്. പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറിനേഷൻ മാത്രമാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ എയറേഷൻ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എയറേഷൻ ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അല്ലെ? പക്ഷെ ഞാൻ ആൻസർ കീ ചെക്ക് ചെയ്തപ്പോ ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വലി അവർ പ്ലെയിൻ ക്ലോറിനേഷൻ ഉദ്ദേശിക്കുന്നത് വെറും ക്ലോറിനേഷൻ ആണ്, അതായത് നമ്മുടെ പോസ്റ്റ് ക്ലോറിനേഷനെ ആയിരുന്നു. ക്വസ്റ്റ്യനില് പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അതായത് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ലൈക്ക് സിംപ്ലി ക്ലോറിനേഷൻ എന്ന് മാത്രമാണ് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ദാറ്റ് മീൻസ് ഏതാ? പോസ്റ്റ് ക്ലോറിനേഷൻ ആണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് പറയുന്ന നമ്മുടെ ക്ലോറിനേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ക്ലോറിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനില് വെറുതെ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെന്താണ്? പോസ്റ്റ് ക്ലോറിനേഷൻ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുത്ത പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞിരുന്നു. പ്ലെയിൻ ക്ലോറിനേഷൻ ആണെങ്കിൽ ഒരു 90% എയറേഷൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ക്വസ്റ്റ്യൻ പക്ഷെ തെറ്റിയതാണ്. ഇതിന്റെ ആൻസർ കീയിൽ ഫിൽട്രേഷൻ ആണ് കിടക്കുന്നത്. അപ്പൊ അത് പ്ലെയിൻ ക്ലോറിനേഷൻ അല്ല, പോസ്റ്റ് ക്ലോറിനേഷൻ ആണ്, അല്ലെങ്കിൽ സിംപ്ലി വെറും ക്ലോറിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട്, പക്ഷെ ഇത് മുൻപ് PSCക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ PSCക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഒരു തവണ തെറ്റായിട്ട് ചോദിച്ചാലും ആൻസർ കീ തെറ്റായിട്ട് വന്നിട്ട് പിന്നീട് നമ്മളത് തിരുത്തിയാലും ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യനിലെ ആൻസേഴ്സ് ഫസ്റ്റ് നമ്മൾ പ്രൊവിഷനിലൊക്കെ ഇടുമ്പോൾ അതേ തെറ്റുത്തരം തന്നെയാണ് പിന്നീടും തെറ്റായിട്ട് വരാറുള്ളത്. അങ്ങനെ നിങ്ങൾ PSC എക്സാമിന് ഈ പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് തന്നെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഇതേ ഓപ്ഷൻസ് തന്നെ കണ്ടെങ്കിൽ നിങ്ങൾ ഫിൽട്രേഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? കാരണം പ്രൊവിഷണൽ കീയിലെ ആൻസർ ഫിൽട്രേഷൻ ആണ്. അപ്പോ എങ്ങാനും നമ്മുടെ ലക്കി ഓർ അൺലക്കിലി നമുക്ക് സെയിം ക്വസ്റ്റ്യൻ വിത്ത് സെയിം ഓപ്ഷൻസ് കിട്ടിയാൽ നിങ്ങൾ ഓപ്ഷൻ സിയിലേക്ക് പോവുക. ക്വസ്റ്റ്യനിൽ പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് അവരുദ്ദേശിച്ചത് പോസ്റ്റ് ക്ലോറിനേഷനെ ആയിരിക്കും. ഓക്കെ, ബിക്കോസ് പ്രയർലി അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി പ്ലെയിൻ ക്ലോറിനേഷൻ ഇസ് നോട്ട് പോസ്റ്റ് ക്ലോറിനേഷൻ. രണ്ടും രണ്ടാണ്. പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ക്ലോറിനേഷൻ മാത്രം കൊടുക്കുന്നതാണ്. പോസ്റ്റ് ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണയായി സംഭവിക്കുന്ന ഫിൽട്രേഷന് ശേഷം എല്ലാ ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ദ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ഡിസിൻഫെക്ഷൻ ആണ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ? PSCക്ക് നിങ്ങൾ പോകുമ്പോൾ ഇതേ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ, ഇതേ ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾ C ധൈര്യമായിട്ട് ചൂസ് ചെയ്തോളൂ കേട്ടോ. PSCയുടെ ആൻസർ C ആയിരിക്കും. അത് തെറ്റാണ്, എന്നാലും അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഗേറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ വി ക്യാൻ എക്സ്പെക്ട് ഫോർ an EE എക്സാം. At what pH does chlorine exist as molecular chlorine? മോളിക്യുലാർ ക്ലോറിൻ ആയിട്ടിരിക്കുന്നത് എപ്പോഴാ? നമ്മൾ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചപ്പോ പറഞ്ഞിരുന്നു അല്ലെ? യെസ്, pH വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. ചാറ്റിലൊക്കെ വന്ന ആൻസർ കറക്റ്റ് ആണ്. pH <5 ആണ്. എലമെന്റൽ ക്ലോറിൻ, മോളിക്യുലാർ ക്ലോറിൻ, ഈ ക്ലോറിന് ഡിസിൻഫെക്ഷൻ പവർ ഉണ്ടോ? ഇല്ല, വിച്ച് ഹാസ് നോ ഡിസിൻഫെക്ഷൻ പവർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഞ്ചിനീയറിംഗ് സർവീസസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രീ അവൈലബിൾ ക്ലോറിൻ എന്ന് പറയുന്നത് ആരെയൊക്കെയാണ്?
ഫ്രീ അവൈലബിൾ ക്ലോറിൻ. ഫ്രീലി അവൈലബിൾ ക്ലോറിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓപ്ഷനിൽ നമുക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം അല്ലെ. വെരി ഗുഡ് അക്ഷയ്. ഓപ്ഷൻ ഡി ആണ്. നമ്മള് HOCl-നെയും OCl- കമ്പൈൻഡ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി. പക്ഷെ അവർ രണ്ടുപേരും മാത്രമായിട്ട് ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ ഡിയിലേക്ക് നമുക്ക് പോവാം. ഫ്രീലി അവൈലബിൾ ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് HOCl OCl-. കമ്പൈൻഡ്ലി അവൈലബിൾ ക്ലോറിൻ വിളിക്കുന്നത് ആരെയാ? കമ്പൈൻഡ്ലി അവൈലബിൾ ക്ലോറിൻ ക്ലോറാമിൻസിനെ കേട്ടോ. ഇതാരാണ്? ക്ലോറാമിൻസ് ആണ്. ക്ലോറാമിൻസിൽ നമുക്ക് 3 തരം ക്ലോറാമിൻസ് പറഞ്ഞു. മോണോക്ലോറാമിൻ, ഡൈക്ലോറാമിൻ, ട്രൈക്ലോറാമിൻ. ഇതില് ട്രൈക്ലോറാമിന് ഡിസ്ഇൻഫെക്ഷൻ പവർ ഇല്ല എന്നും പറഞ്ഞിരുന്നു. ഓൾറൈറ്റ്. ഫോർത്ത് വൺ, റെസിഡുവൽ ഫ്രീ ക്ലോറിൻ ആഫ്റ്റർ 1 hour ഷുഡ് ബി. ഈ 1 hour എന്നിവർ ഉദ്ദേശിക്കുന്നത് നമ്മള് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള നമ്മുടെ വെള്ളം ട്രീറ്റ്മെന്റ് ടാങ്കിനകത്ത് പിടിച്ചു വെച്ചിരിക്കുന്നു. ഇതിനകത്തേക്ക് നമ്മൾ എന്തിട്ട് കൊടുത്തു? ക്ലോറിൻ ഇട്ട് കൊടുത്തു. ഇട്ടുകൊടുത്ത ക്ലോറിനെ നമ്മൾ ക്ലോറിൻ ഡോസ് എന്ന് വിളിക്കുന്നു അല്ലെ. ഇനി ഇതിനകത്തുള്ള പാത്തജൻസിനെ കില്ല് ചെയ്യാൻ നമുക്ക് ആവശ്യമായ ക്ലോറിൻ ആണ് ക്ലോറിൻ ഡിമാൻഡ്. ഓക്കെ, ക്ലോറിൻ ഡിമാൻഡ്. ഇനിയോ ഈ ഡിമാൻഡ് കഴിഞ്ഞ് ബാക്കി കുറച്ച് ക്ലോറിൻ വെള്ളത്തിൽ നിൽക്കും. ആ ക്ലോറിനെ, ബാലൻസ് ക്ലോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡുവൽ ക്ലോറിൻ. എന്തിനാണ് റെസിഡുവൽ ക്ലോറിൻ? ഫ്യൂച്ചർ കണ്ടാമിനേഷൻ തടയാൻ വേണ്ടിയിട്ടാണ്. ഇനി ചോദ്യത്തിലേക്ക് വരാം. റെസിഡുവൽ ഫ്രീ ക്ലോറിൻ ആഫ്റ്റർ 1 hour. നമ്മളിങ്ങനെ ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ ഒക്കെ പഠിച്ചപ്പോ ഒരു ഗ്രാഫ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പഠിച്ചിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ബ്രേക്ക് പോയിന്റിന് ശേഷം അല്ലെ, ബ്രേക്ക് പോയിന്റിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിൻ മുഴുവൻ അവിടെ റെസിഡ്യൂ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ ബാക്കി പിന്നെ നിൽക്കുന്ന വെള്ളത്തിനകത്ത് ഈ നിൽക്കുന്ന ക്ലോറിൻ മുഴുവൻ ചിലപ്പോൾ നമ്മുടെ വാട്ടർ സപ്ലൈക്കകത്ത് നമ്മുടെ അടുത്തേക്ക് എത്താൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് 1 hour കഴിയുമ്പോൾ എത്ര ക്ലോറിൻ വേണം, അതായത് കോണ്ടാക്ട് പീരീഡ് കഴിയുമ്പോൾ നമ്മുടെ വാട്ടർ സപ്ലൈക്ക് വരുന്ന വെള്ളത്തിന്റെ ഉള്ളിൽ എത്ര ക്ലോറിൻ വേണം എന്നുള്ളത് ഒരു നിശ്ചിത അളവിൽ കൂടാനായിട്ട് പാടില്ല. ഒന്ന് മ്യൂട്ട് ഇങ്ങനെ അറിയാതെ അൺമ്യൂട്ട് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിശ്ചിത അളവിൽ കൂടാൻ പാടില്ല. സോ നമ്മുടെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. ഓക്കെ, അതായത് 0.5 ആണ്. നമ്മൾ സാധാരണ വെള്ളത്തിനകത്തുള്ള റെസിഡുവൽ ക്ലോറിന്റെ അളവ് എത്രയാണ്? നമ്മള് IS കോഡ് പ്രകാരം പഠിച്ചത് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും? പെട്ടെന്ന് ഓർത്ത് വെക്കാൻ സാധ്യത കുറവാണ്. കാരണം നമ്മള് കുറച്ച് മുൻപ് പഠിച്ചൊരു ചാപ്റ്റർ ആണ് അല്ലെ. എന്നാലും ഞാൻ ചെറിയ കുറച്ച് ഓപ്ഷൻസ് എന്നാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു 0.2, 0.05, 1, 5 എത്രയായിരിക്കും? അക്സെപ്റ്റബിൾ ലിമിറ്റ് എളുപ്പല്ലേ ചൂസ് ചെയ്യാൻ? അക്സെപ്റ്റബിൾ, യെസ്, 0.2. വെരി ഗുഡ് അക്ഷയ്, കറക്റ്റ് ആണ്. 0.2 ഇതാണ് നമ്മുടെ അക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് ഫ്രീ റെസിഡുവൽ ക്ലോറിൻ എന്ന് പറയുന്നത്. പെർമിസിബിൾ ലിമിറ്റ് 1 ആണ്. ഓക്കെ, 1 hour കഴിയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വാല്യൂ നിങ്ങൾ ഓർത്തു. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന വാല്യൂ ഏതാ? 0.5. അതാണ് സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ളത്. 0.5 ആണ് 1 hour കഴിയുമ്പോൾ വെള്ളത്തിൽ വേണം എന്ന് പറയണത്. 1ൽ കൂടാൻ പാടില്ല, 0.2ൽ കുറയാനും പാടില്ല എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. 1ൽ കൂടരുത്, 0.2ൽ കുറയരുത്. ഈ 1ൽ കൂടുതൽ നമ്മൾ കാണുന്നത് എപ്പോഴാ? സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ്. ഓക്കെ, 1ൽ കൂടുതൽ കാണുന്നത് സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ്. സോ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വാല്യൂ എന്നുള്ള പോലെ 0.5 ഓർത്ത് വെക്കുക.
ഓക്കെ, അപ്പൊ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയണേ. നിങ്ങൾക്കൊന്ന് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ആണ്. നമുക്ക് ഒരു വാട്ടർ സാമ്പിൾ ഉണ്ട്. അവിടുത്തെ ക്ലോറിൻ ഡിമാൻഡ് 4 mg/L ആണ്. റെസിഡ്യൂ 0.2 mg/L ആണ്. ഡോസേജ് എത്രയാണ്? ഡോസ് എന്ന് പറഞ്ഞാൽ ആകെ അല്ലെ? ക്ലോറിൻ ഡോസ് വളരെ എളുപ്പമാണ് അല്ലെ? രണ്ടും കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. ഓക്കെ, കറക്റ്റ് ആണ്. ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് പ്ലസ് റെസിഡ്യൂ. നമുക്ക് PSCക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട് എപ്പോഴും. ക്ലോറിൻ ഡോസ് ഇസ് ഇക്വൽ ടു ക്ലോറിൻ ഡിമാൻഡ് പ്ലസ് റെസിഡ്യുവൽ ക്ലോറിൻ. അപ്പൊ 4 പ്ലസ് 0.2 4.2. എളുപ്പല്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്ലോറിനേഷന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ആൻസേഴ്സ് ഇതാ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഇനിയുള്ള പൊടിപ്പ് തമ്മിലായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ട്രീറ്റ്മെന്റുകളാണ്. ദാറ്റ്സ് വി കോൾ ആസ് മിസ്സെലേനിയസ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അതായത് മേജർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഈ നേരം വരെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി കുഞ്ഞു കുഞ്ഞു ട്രീറ്റ്മെന്റ്സ് അത് വാട്ടറിന്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് കൊടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിച്ചിട്ട്, നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതല്ല, തീരുമാനിച്ച് വേണമെങ്കിൽ മാത്രം കൊടുക്കാവുന്ന കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഈ പറയുന്നത്. മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടും? ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, അപ്പൊ സോഫ്റ്റനിങ്. ഹാർഡ്നെസ് റിമൂവലിനെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റനിങ് മെത്തേഡ്. റിമൂവൽ ഓഫ് ഹാർഡ്നെസ്. സാധാരണയായിട്ട് നമ്മുടെ സർഫസ് സോഴ്സിൽ വരുന്ന വെള്ളത്തിനൊക്കെ ഹാർഡ്നെസ് കുറവായിരിക്കും. പക്ഷെ വെള്ള, ട്യൂബ് വെല്ല് പോലെയുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ ഉള്ള വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഉണ്ടെങ്കിൽ മാത്രം റിമൂവ് ചെയ്യുക. ഇനി അടുത്തതാണ് എയറേഷൻ. എയറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസുകളെ റിമൂവ് ചെയ്യുക. റിമൂവൽ ഓഫ് ഡിസോൾവ്ഡ് ഗ്യാസസ്. എല്ലാ ഗ്യാസിനെയും കളയണ്ട. ലൈക്ക് ഇപ്പൊ ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. പക്ഷെ ഓക്സിജനെ വെള്ളത്തിൽ നിന്ന് കളയേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല, ഓക്സിജൻ നമുക്ക് ആവശ്യമുള്ള ഗ്യാസ് ആണ് അല്ലെ? പക്ഷെ ഇപ്പൊ എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ, ഇത് വെള്ളത്തിൽ ഒരു ഫൗൾ സ്മെല്ലും ടേസ്റ്റും ഒക്കെ കോസ് ചെയ്യും അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. സോ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് എയറേഷൻ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ആൽഗെ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പർ സൾഫേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യാം. കോപ്പർ സൾഫേറ്റ്, തുരിശ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? റിമൂവൽ ഓഫ് ആൽഗെ, ആൽഗേനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ വേറെ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് പഠിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വെള്ളത്തില് ഫ്ലൂറിൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ, അത് കുറവാണെങ്കിൽ എന്തുണ്ടാവും? ഫ്ലൂറിന്റെ നമ്മുടെ പല്ലില് ക്യാവിറ്റീസ് വരും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഫ്ലൂറിന്റെ അളവ് കുറവാണെങ്കിൽ ക്യാവിറ്റീസ് വരും, കൂടുതലാണെങ്കിലോ, ഫ്ലൂറിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിലോ മോട്ട്ലിംഗ് ഓഫ് ടീത്ത്. പിന്നെ വേറെ എന്തൊക്കെയാ പഠിച്ചേ? ചിലപ്പോ ബോൺ ഫ്ലൂറോസിസ് വരുന്നൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? ബോൺ ഫ്ലൂറോസിസ് ഒക്കെ പറഞ്ഞത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അല്ലെ? അപ്പോ നമുക്ക് ചിലപ്പോ വെള്ളത്തില് ഈ പറയുന്ന ഫ്ലൂറിന്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് ഫ്ലൂറിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ട വരും. കൂടുതലാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യേണ്ട വരും. ഫ്ലൂറിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂറിഡേഷൻ. എക്സസ് ഉള്ള ഫ്ലൂറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീഫ്ലൂറിഡേഷൻ. ഓക്കെ, നമ്മൾ അതാണ് പറയുന്നത്. ഇപ്പൊ ഫ്ലൂറിഡേഷൻ ഉണ്ട്, ഡീഫ്ലൂറിഡേഷൻ ഉണ്ട്. ഫ്ലൂറിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഫ്ലൂറിഡേഷൻ, അതുപോലെ ഡീഫ്ലൂറിഡേഷൻ ആവശ്യത്തിനനുസരിച്ച്. ഡീഫ്ലൂറിഡേഷൻ. പിന്നെ നമുക്ക് വേണമെങ്കിൽ സോൾട്ട് കണ്ടന്റ്. ഇപ്പൊ നമുക്കറിയാലോ, ഗൾഫ് കൺട്രീസിലൊക്കെ നോക്കുമ്പോ അവിടെയൊക്കെ എങ്ങനെയാ വെള്ളം? അവർക്ക് കുളോ പുഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വെള്ളം എടുക്കാനായിട്ട്? അവരെവിടുന്ന വെള്ളം എടുക്കണേ കുടിക്കാനുള്ള വെള്ളം? കടലിന്ന്. സീ അല്ലെ? ചുറ്റും കുറെ കടലാണ് കിടക്കുന്നത്, അതിനകത്ത് നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പൊ ഈ കടലിലെ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും?
ഉപ്പാണ് നിറച്ചു അല്ലെ. നമ്മൾ ഈ ഉപ്പിനെ റിമൂവ് ചെയ്ത് കളഞ്ഞ് ആദ്യം അതിനെ ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ പോലെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള മിനറൽസ് ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ആക്ച്വലി അവിടുത്തെ പ്രോസസ്സ്. അപ്പൊ ഈ ഉപ്പ് റിമൂവ് ചെയ്യുന്ന, ഉപ്പ് ഇൻ ദ സെൻസ് സോഡിയം ക്ലോറൈഡ് മാത്രമല്ല കേട്ടോ, ഓൾ ഡിസോൾഡ് സോൾട്ട്സ്, നമ്മൾ TDS പഠിച്ചില്ലേ, ടോട്ടൽ ഡിസോൾഡ് സോൾട്ടുകൾ, അവരെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് ഡീസാലിനേഷൻ എന്ന് വിളിക്കാം. ഡീസാലിനേഷൻ. അപ്പൊ എക്സസ് ആയിട്ടുള്ള സോൾട്ടുകളെ റിമൂവ് ചെയ്ത് കളയുന്നത്. ഇപ്പൊ എവിടെ നിന്നുള്ള വെള്ളമാണോ, എന്ത് ട്രീറ്റ്മെന്റ് ആണോ നമ്മൾ അതിന് കൊടുക്കേണ്ടത്, അപ്പൊ അതിനനുസരിച്ചിട്ട് ഇതിന്നുള്ള ഓരോ ട്രീറ്റ്മെന്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഈ മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകളല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം അഡോപ്റ്റ് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ഇനി നമ്മളിവരെ ഓരോന്നിനെയും പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? സോഫ്റ്റിംഗ് പഠിക്കാം. സോഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഹാർഡ്നെസ്. റിമൂവൽ ഓഫ് ഹാർഡ്നെസ്. ഓക്കെ, നമ്മള് ഹാർഡ്നെസ് പഠിച്ചപ്പോ, ക്വാളിറ്റി പാരാമീറ്റേഴ്സ് പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഹാർഡ്നെസ് ഉണ്ട്. ഏതൊക്കെയാ 2 ടൈപ്പ് ഹാർഡ്നെസ്? ടെമ്പററി ആൻഡ് പെർമനന്റ്. കാർബണേറ്റും. അതെ, അപ്പൊ നമ്മൾക്ക് കാർബണേറ്റ് ഹാർഡ്നെസ്സിനെ ടെമ്പററി ഹാർഡ്നെസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കാർബണേറ്റ് ഹാർഡ്നെസ്. പിന്നെ പെർമനന്റ് ഹാർഡ്നെസ് പറഞ്ഞു, അല്ലെങ്കിൽ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. കാർബണേറ്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് ആരാ? വെരി ഗുഡ്. അത് തന്നെ, മാഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും ആണ് ഈ കാർബണേറ്റ് ഹാർഡ്നെസ് അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നതോ? കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം, അതായത് കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മാഗ്നീഷ്യം സൾഫേറ്റ്, മാഗ്നീഷ്യം ക്ലോറൈഡ്. ഞാൻ ഇങ്ങനെ എഴുതുന്നത് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വിട്ട് നമ്മളൊന്ന് എന്താ പറയാ, നമ്മുടെ ബ്രെയിനിലേക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് കോസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഇപ്പൊ നമുക്ക് ഇതുവരേക്കും എങ്ങനെയാ ഹാർഡ്നെസ് കോസ് ചെയ്യുന്നതെന്ന് അറിയാം, ഇത് കാരണമുള്ള പ്രശ്നങ്ങൾ അറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. സോഫ്റ്റനിങ് മെത്തേഡ്സ്. 2 തരം ഹാർഡ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ 2 രീതിയിൽ നമുക്ക് റിമൂവലും ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ടെമ്പററി ഹാർഡ്നെസ് ടെമ്പററി ആണ്, ഈസി ആണ് റിമൂവ് ചെയ്യാൻ. ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാ? ബോയിലിങ്ങും അഡീഷൻ ഓഫ് ലൈമും നമ്മൾ അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോ ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാനായിട്ട്, ടെമ്പററി ഹാർഡ്നെസ് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടെക്നിക്സ്, ഒന്ന് ബോയിലിംഗ്, രണ്ടാമത്തത് അഡീഷൻ ഓഫ് ലൈം. ഓക്കെ, ഓക്കെ, ബോയിലിംഗ് അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ലൈം. ഇനി അടുത്തത് ഏതാ? പെർമനന്റ് ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർമ്മയുണ്ടോ? സിയോലൈറ്റ്. സിയോലൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ് ആദിത്യൻ, കറക്റ്റ് ആണ്. സിയോലൈറ്റ് പ്രോസസ് ഉണ്ട്, ഡീമിനറലൈസേഷൻ ഉണ്ട്, പിന്നെ നമ്മള് കാറ്റയോൺ എക്സ്ചേഞ്ച് പ്രോസസ്. ഇങ്ങനെ 3 എണ്ണമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പഠിക്കും കേട്ടോ. ഞാൻ പേര് മാത്രം ഇവിടെ ഒന്ന് ഓർക്കാൻ വേണ്ടി എഴുതിയതാണ്. പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് സിയോലൈറ്റ് പ്രോസസ്, demineralization, cation exchange process. Cation exchange process. Okay.
ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് സിയോലൈറ്റ് പ്രോസസ്സ്, ഡീമിനറലൈസേഷൻ, കാറ്റയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സ്. ഇനി ഇതിനെ ഓരോന്നിനെയും പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണേ. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് എന്താ, ബോയിലിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മള് വെള്ളം തിളപ്പിക്കുന്നു അല്ലെ. അപ്പൊ വെള്ളം തിളപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്തത് ആരൊക്കെയാ? കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും ആയിരുന്നില്ലേ? ഇതിനകത്തെ കാർബണേറ്റ്സ് കാരണമുള്ള ഹാർഡ്നെസ് ആണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അതും മഗ്നീഷ്യം, കാൽഷ്യം ഉണ്ട്. അതിനകത്തെ കാൽഷ്യത്തിന്റെ ഹാർഡ്നെസ് മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ബോയിലിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിമൂവ് ടെമ്പററി ഹാർഡ്നെസ്. ഈ ടെമ്പററി ഹാർഡ്നെസ്സിനകത്ത് തന്നെ കാൽഷ്യം കാരണമുള്ള ഹാർഡ്നെസ്. ഓക്കെ, റിമൂവ്സ് carbonate hardness due to calcium ഓൺലി. കാൽഷ്യത്തിന്റെ മാത്രമേ ഉള്ളൂ കേട്ടോ, മഗ്നീഷ്യത്തിന്റെ റിമൂവ് ചെയ്യില്ല. ഓക്കെ, കാൽഷ്യത്തിന്റെ മാത്രമേ റിമൂവ് ചെയ്യുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് നമ്മുടെ ഹാർഡ്നെസ്സിനെയും റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. താൽക്കാലികമായിട്ടൊരു പരിഹാരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ മെത്തേഡ് എന്തായിരുന്നു? ആഡിങ് ലൈം അല്ലെ. ലൈം ആഡ് ചെയ്ത് കൊടുക്കുക. ലൈം ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ മഗ്നീഷ്യത്തിന്റെയും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, കാൽഷ്യത്തിന്റെയും റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് മാത്രമാണ്? കാർബണേറ്റ് ഹാർഡ്നെസ് മാത്രം. ഓക്കെ, കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണേ, ടെമ്പററി ഹാർഡ്നെസ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. ഓക്കെ, അപ്പൊ ടെമ്പററി ഹാർഡ്നെസ് due to calcium and magnesium are removed. Okay. Okay. അപ്പൊ ഇതില് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ജസ്റ്റ് മെത്തേഡ് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ വരാറുള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ടുള്ളതുണ്ടല്ലോ, പെർമനന്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സ്, അത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ രണ്ടിന്റെ പേര്, ഈ ആരെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം നോക്കി വെച്ചാൽ മതി. അപ്പൊ താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ്.